എനിക്ക് തോന്നുന്നു ഒരു 2 വർഷങ്ങൾക്ക് ശേഷമാണ് കാലിക്കറ്റിലേക്ക് വരുന്നത്. എന്നാൽ പരിചയപ്പെടുത്തി, പ്രബിത കണ്ണൂർ ജില്ലയിൽ പിണറായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ബൈ പ്രൊഫഷണൽ കോളേജ് അധ്യാപികയായിരിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ലാത്ത 2 വ്യക്തിത്വങ്ങൾ, അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി എന്ന് നോക്കി വിളിക്കാം. എൻ്റെ ഏഴത്തിയമ്മയിലേക്ക് വന്ന ഒരു ഫോൺ കോൾ, ഏഴത്തിയമ്മ പറഞ്ഞു, ഒരാള് കുറേ ദിവസം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തോ പരിപാടിയാന്ന് തോന്നുന്നു. അപ്പൊ ഏഴത്തിയമ്മക്ക് ഫോൺ വിളിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. എനിക്കാണെങ്കിൽ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഏഴത്തിയമ്മ ഫോൺ എടുത്തു. അപ്പൊ അവരെ വിചാരം മോണിക്ക, ഏഴത്തിയമ്മയുടെ പേര് മോണിക്ക എന്നാണ്. മോണിക്ക തന്നെയാണ് സംസാരിക്കുന്നതെന്നാണ്. ഇവിടെ അവിടെ ഉണ്ടാവുമോ, ഞങ്ങൾക്കൊന്ന് കാണായിരുന്നു. ഞാൻ എന്താ പരിപാടി, കുറച്ച് ആയുർവേദിക് ഉൽപ്പന്നങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ ആയുർവേദം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തം അല്ലെ, സ്വന്തം തറവാട് അങ്ങനല്ലേ. എനിക്ക് അങ്ങനെ തോന്നിയ മൈഡിയസ്. അങ്ങനെ പരിചയമില്ലാത്ത അവർ പറഞ്ഞ അവരിലെ എന്റെ വീടിന്റെ സ്ഥലം പറഞ്ഞു കൊടുത്തു. അവർ 2 പേര് വരുന്നു. ആ 2 പേര് ഇന്ന് കമ്പനിയുടെ ഗ്രേറ്റ് ഗ്ലോബൽ ചീഫ് കോർഡിനേറ്റർ ശ്രീ പാനൂർ സാർ വരുന്നു. ഞാൻ ഈ അപരിചിതരായ 2 എന്ന് പറയാൻ കാരണം മൈഡിയസ്, ഇപ്പൊ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നവരില് ഒത്തിരി ആളുകൾ പുതിയ ആളുകളായിരുന്നു. കറക്റ്റ് അല്ലേ? ഒത്തിരി പേർക്ക് കുറച്ചെങ്കിലും ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പെട്ടല്ലോ, എന്താണ് ഇതൊക്കെ, മുകളിലുള്ള അവർക്കൊക്കെ കിട്ടുന്ന പരിപാടിയാണ്, എനിക്കൊന്നും കിട്ടില്ല അല്ലേ, അല്ലെങ്കിൽ ആളെ പഠിക്കുന്ന പരിപാടിയല്ലേ, ഇതൊക്കെ നമുക്കൊക്കെ പറ്റുമോ എന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങളായിരുന്നു. ഞാൻ അങ്ങനത്തെ സംശയമൊന്നുമല്ല. അവര് വന്നു, കുറച്ച് ഉൽപ്പന്നങ്ങൾ എന്റെ മുന്നിൽ വെച്ചു. ആദ്യം സാറ് പരിചയപ്പെടുത്തിയത് നമ്മുടെ ഓണറിന്റെ ഹെർബൽ ഫേഷ്യൽ വൈസ്. എനിക്ക് ഏറ്റവും അഭിമാനം, നമ്മൾ ഇന്ന് ലോകത്തില് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കാൻസറിംഗ് ഇൻഡസ്ട്രിയില് നമ്മൾ വിച്ചുകൊണ്ടിരിച്ച നമ്പർ 1 കമ്പനി എന്ന് ചോദിച്ചാൽ ഏഷ്യയിലെ തന്നെ നമ്പർ 1 കമ്പനിയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ ആ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി പ്രോഡക്ട്സ് സംതിങ് സ്പെഷ്യൽ ആണെന്ന് നമുക്കറിയാം. നമ്മുടെ GTS എടുത്ത സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത്ത് ബാലു സർ നമ്മുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ പിറകിലുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. മഹാരഥന്മാരായിട്ടുള്ള 40-45 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സും സയന്റിസ്റ്റുകളും ഒക്കെയാണ് ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മാത്രമല്ല മൈഡിയസ്, വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഡോക്ടേഴ്സ് നമ്മുടെ കമ്പനിയോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പേസ്റ്റിന്റെ പ്രത്യേകത അറിയാൻ പറഞ്ഞു. ഈ പേസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ നാട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന ഏതൊക്കെ പ്രോഡക്റ്റുകളുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനിയുടെ പേസ്റ്റുകളുണ്ടോ അതിൽ നിന്നൊക്കെ സംതിങ് സ്പെഷ്യലാണ് ഇത്. അതിന്റെ ക്വാളിറ്റി ഇന്നേതൊക്കെയാണ്. ഇതിൽ 100% ഹെർബൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, വാണിങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസാരിച്ചു. അതിന് ഇന്നേ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ സമയത്ത് ഗംബ്ലിംഗ് എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊരു 80% ആളുകളും ഗംബ്ലിംഗുമായി ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു, കാരണം ദന്തഡോക്ടർമാരൊക്കെ അടിക്കടി ഇങ്ങനെ ഉയർന്നു വരികയാണ് അല്ലേ, ബോഡിയിൽ ഉണ്ടായിക്കോട്ടെ ഓട്ടോറിറ്റീസ്. അപ്പോ ആ പേസ്റ്റിന്റെ പ്രാധാന്യം പറഞ്ഞ സാറ് പറഞ്ഞു, ടീച്ചർ ഇതൊരു മാസം ഉപയോഗിച്ചിട്ട് ഇതിനൊരു റിസൾട്ടും വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന്റെ പൈസ തിരിച്ചു തരുന്നു. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മൾ എത്ര കാലമായി നാട്ടില് ഏതൊക്കെ സാധനങ്ങൾ, ഇപ്പൊ പോലും ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ആളുകൾ രാവിലെ പല ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടാകാം. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ നിത്യേന സാധനം വാങ്ങിക്കുന്ന ഷോപ്പ് ഉടമകൾ പോലും നിങ്ങൾ എത്ര വർഷമായി എന്റെ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നു, ഇരിക്കട്ടെ 1000 രൂപ സ്പെഷ്യൽ ആയിട്ട് തരാറുണ്ടോ, ഒരു 10 രൂപ കുറച്ച് തരാറുണ്ടോ? അപ്പൊ സാർ പറഞ്ഞത് ഇത് ഉപയോഗിച്ച് ടീച്ചർക്ക് ഈ 1 മാസത്തിലുള്ള റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പൈസ ബൈബാക്ക് നൽകി. മൈ ഡിയേഴ്സ്, അഭിമാനിക്കൂ, ഇന്ന് ഇന്ത്യയിൽ 13ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ് ചൈത്രയാത്ര തുടങ്ങിയ കമ്പനി. ആ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി പ്രോഡക്ട്സിന്റെ പ്രത്യേകത 110% കമ്പനി ബൈബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്ന പ്രോഡക്റ്റ്. നമുക്ക് അഭിമാനിക്കണം. കാരണം നമ്മൾ എത്ര കാലമായി കഷ്ടപ്പെട്ടിട്ട് പൈസ ഉപയോഗിച്ച് സാധനം വാങ്ങിക്കുന്നുണ്ട്. MRP തന്നെ കൊടുക്കണം. സപ്പോസ് ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഒരു സ്റ്റോറിൽ നിങ്ങൾക്ക് വല്ല കാർഡോ എടുത്തിട്ടുണ്ടെങ്കിൽ 5% അല്ലെങ്കിൽ 5 രൂപയോ 10 രൂപയോ പ്രോഡക്റ്റ് കുറഞ്ഞു കിട്ടുമെന്നല്ലാതെ സാധനം വാങ്ങി എന്നിട്ട് ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടാറുണ്ട് എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സാധനം വാങ്ങാൻ തയ്യാറായി അത് 10 മുതൽ 65% വരെ ലൈഫ് ടൈം ഡിസ്കൗണ്ട് നമുക്ക് വാങ്ങിക്കുന്നതോടൊപ്പം 2 രീതിയിൽ ബിസിനസ് എന്ന് പറയുമ്പോഴാണ് കുറെ ആൾക്ക് ബുദ്ധിമുട്ട്.
കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലക്ഷങ്ങൾ കാണണം, ഒരുപാട് ഷോപ്പ് അല്ലെങ്കിൽ ആളുകൾ വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ നമ്മുടെ തലയിലൂടെ കുഞ്ഞുമാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ നിത്യം ഉപയോഗിക്കും അങ്ങനല്ലേ 2,10,000 അതുപോലെ വന്നതാണ്, 2,10,000 വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അപ്പൊ സ്വന്തം വീട്ടിലേക്ക് ഇപ്പൊ നേരത്തെ സാറ് നമ്മളെ ഒഡീഷനോട് പറഞ്ഞു എല്ലാവരും പരിഹരിച്ചിട്ട് വന്നേ, നമ്മള് പല്ലുതേക്കാറുണ്ട്, എല്ലാവരും കുളിക്കാറുണ്ട്. കേരളീയർ പൊതുവെ 2-3 സമയം അല്ലെ 2-3 ടൈം കുളിക്കുന്നവരാണ്. ഇപ്പൊ മാറ്റിയിട്ട് തോന്നുന്നു, പണ്ടങ്ങനെയായിരുന്നു. അപ്പൊ നമ്മള് ഡെയിലി കുളിക്കാറുണ്ട്, ഡെയിലി പല്ല് തേക്കാറുണ്ട്, ഡെയിലി കറി വയ്ക്കുമ്പോ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്, മഞ്ഞൾ, മുളക്, മല്ലി എല്ലാം ഉപയോഗിക്കാറുണ്ട്, വേദന വരുമ്പോ ഓർമെന്റുകൾ വാങ്ങിക്കാറുണ്ട്, കറണ്ടല്ലേ? അങ്ങനെയുള്ള 120 മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെ ബ്രാൻഡുകൾ നമുക്കറിയാം. 7 ബ്രാൻഡുകളാണ് നമ്മുടെ കമ്പനി ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഐഡിയസ്. 7 ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് എടുത്തവരാണ് ഐഡിയൻസ് കൊടുക്കുന്നവർ. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബ്രാൻഡിന്റെ ഒരു ബ്രാൻഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ഒരു ജില്ലയിൽ എടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ കെട്ടിവെക്കേണ്ടതാണ് ഐഡിയസ്. ഇത്രയും ക്വാളിറ്റിയുള്ള ഇന്ത്യ നിർമ്മിതമായിട്ട് ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് നമ്മുടെ മുന്നിൽ കിട്ടുന്നത്. അതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ പോലും കുറെ ആളുകളുടെ ചിന്ത ഇത് സോപ്പ് ചീപ്പ് കണ്ണാടി പരിപാടിയില്ലേ. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ അതിനെ കളിയാക്കിയിട്ടാണ് ടീച്ചർക്ക് വട്ടാണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്റെ നാട്ടിൽ ഒരുപാട് പേർക്ക് വട്ടാണ്. നമ്മളെ കുറിച്ച് ആദ്യം വട്ടെന്ന് പറയുമ്പോൾ പിന്നീട് അങ്ങോട്ട് അവർക്ക് വട്ടം കഴിക്കും. വട്ടന്മാർക്കാണ് ഇവിടെ 2-10. അല്ലാതെ എത്ര കഷ്ടപ്പെട്ട് 2,10,000 വരുമാനം വാങ്ങിക്കുന്നത് എത്ര പേര് നമ്മുടെ നാട്ടിന്റെ വേണ്ടി. അങ്ങനെ എന്ത് ജോലിയാണ് നമ്മുടെ നാട്ടിലുള്ളത്? റയറായിട്ടുള്ള ജോലികളുണ്ടാവും, കറക്റ്റല്ലേ? പക്ഷെ അവിടെയാണ് വീട്ടമ്മമാർ മുതൽ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ അവരെ വീട്ടിലേക്ക് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നിങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് ജെന്യൂൻ ആണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കുറെ ബിസിനസ് ചെയ്യാതിരിക്കാൻ കാരണം അവരുടെ കാഴ്ചപ്പാട് ബിസിനസ് എന്ന് പറയുമ്പോൾ തോളൊരു സഞ്ചി ബാഗ്, അതിൽ കുറെ സാധനങ്ങൾ ഈ ചിന്തയല്ലേ വേണ്ടി. പക്ഷെ ഞാൻ ഇന്ന് അഭിമാനത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ കുറെ പേര് ഓർക്കുന്നുണ്ട്. നിങ്ങൾ കുറെ പേരോട് ഞാൻ അഭിമാനത്തോടെ പറയാണ്, കഴിഞ്ഞ 11 വർഷം 2015 ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. 15, 16, 17, 18 4.5 കൊല്ലം പാർട്ട് ടൈം ആയിട്ട് മൈലേജ് ചെയ്തു. മൺഡേ ടു ഫ്രൈഡേ കോളേജ്, സാറ്റർഡേ സൺഡേ മൈലേജ് ചെയ്തു. ഇതായിരുന്നു പരിപാടി. പക്ഷെ ഇതിനോട് കാര്യം വെച്ചാല് ഒന്നുകിൽ തോണിമാരെല്ലാം നമ്മൾ പറയും, കറക്റ്റ് അല്ലേ? ഇത് ബോധ്യപ്പെടാൻ 4 വർഷം വേണ്ടി വന്നു. അതുവരെ കമ്പനിയെ കുറിച്ച്, അതിന്റെ പ്രൊഫൈലിനെ കുറിച്ച്, ലീഗാലിറ്റിയെ കുറിച്ച്, പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയെ കുറിച്ച് പഠിക്കലായിരുന്നു പണി. ഒരുപാട് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് 2018 ബോധ്യം വന്നു. അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവാണ് വേണ്ടതെന്ന് 2018 ബോധ്യം വന്നപ്പോ പിന്നീട് അങ്ങോട്ട് ആ കഴിഞ്ഞ 4 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഐഡിയസ് എന്നെ ഉയർത്തിയത്. ഒറ്റ മാസം കൊണ്ട് ടീം കോർഡിനേറ്റർ ആയി. 1.5 ATC ആയത് ഞാൻ അറിഞ്ഞിട്ടില്ല. 3ാമത്തെ മാസം ആകുമ്പോഴേക്കും ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആയി. 5 മാസം കഴിയുമ്പോഴേക്കും DTC കഴിഞ്ഞ് ZDCയിലെത്തി. ആ സമയത്തായിരുന്നു കമ്പനിയുടെ 2nd ഇന്റർനാഷണൽ കൺവെൻഷൻ ദുബായ് കൺവെൻഷൻ കമ്പനി പ്രഖ്യാപിച്ച് അന്ന് തീരുമാനമെടുത്ത് മനസ്സിൽ ഉറപ്പായിട്ട് ഞാൻ ദുബായിൽ പോകും. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അത് ഉറച്ച തീരുമാനമാണെങ്കിൽ ഡെഫിനിറ്റ്ലി അങ്ങനെ എന്റെ മനസ്സിൽ കൊടുത്ത ആളുകളായിരുന്നു ദുബായിൽ പോവാ ഡ്രീം കൺട്രി അല്ലേ. വേൾഡിലെ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ രാജ്യം കാണാനുള്ള അവസരം മൈലേജിൽ എന്ന് വരുന്ന ഈ ഫാമിലിയോടൊപ്പം വന്നതുകൊണ്ട്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് സാധ്യമായി. പിന്നീട് നമ്മുടെ എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സഞ്ചാരികളുടെ പർദീസാണ് തായ്ലൻഡ്. മൈലേജ് തായ്ലൻഡിലേക്ക് ഫ്രീ ആയി പോയവരൊന്ന് കൈവക്കി. നമ്മുടെ പ്രിയപ്പെട്ട NTC ലീഡേഴ്സ് ഒഴികെ ബാക്കി ആരെങ്കിലും തായ്ലൻഡിലേക്ക്. തായ്ലൻഡ് എന്ന് മാത്രമല്ല, ലോകത്തിൽ ഒരു രാജ്യത്തും ഫ്രീ ആയിട്ട് ടൂർ പോകാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം, കറക്റ്റ് അല്ലേ? ഇവിടെ നമ്മുടെ കമ്പനി അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് ഇൻകത്തിനെ കുറിച്ച് പറയുമ്പോൾ, നോമിനി ഫെസിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു സാധനം കൂടി കൊടുക്കുന്നത് ഫോറിൻ ട്രിപ്സ്. 2026 കമ്പനി അടുത്ത ടൂറിൽ പ്ലാനിങ് ആണ്. ശരിക്കും പശ്ചിമേഷ്യ കുറച്ച് യുദ്ധത്തിന്റെ ഒക്കെ ഭീതി ഉള്ളത് കൊണ്ട് മാത്രമാണ് കുറച്ച് ലേഖാകുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സോമകുമാർ സാർ പറഞ്ഞ പോലെ ടൂർ പോകുന്നുണ്ടെങ്കിൽ പോസ്റ്റ് പോകാം. അതിന്റെ പൈസ എടുക്കാതെ കമ്പനി ലെവലിൽ ലക്ഷറീസ് പറഞ്ഞ 7 സ്റ്റാർ ഫെസിലിറ്റി. സ്റ്റാർ എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ്
2 സ്റ്റാറും 3 സ്റ്റാറും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ 7 സ്റ്റാർ ഫെസിലിറ്റി 25 ലക്ഷം വില വരുന്ന കിടക്കയിലാണ് ഞങ്ങൾ കണ്ടത്. അറിയാതെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്? സത്യമല്ലേ? ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. എൻജോയ് യുവർ ലൈഫ്. കമ്പനി എന്ത് തരാൻ തയ്യാറാണ്? നിങ്ങൾ തന്നെയാണ്. റെഡിയാണോ സത്യത്തിൽ? ഇപ്പൊ ഇവിടെ ഒത്തിരി പുതിയ ആളുകൾ ഒന്ന് കൈവയ്ക്കേ. കുറച്ച് പേരുണ്ടല്ലേ? ഇനി അതിന്റെ കൂടെ കഴിഞ്ഞ ഒരു മാസം അതിന് മുന്നോട്ടൊക്കെ ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരായിരിക്കും. സത്യത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കാൻ കാരണം എന്താ? നിലവിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ആ ഒരു രീതിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ടല്ലേ നമ്മൾ എക്സ്ട്രാ ആഗ്രഹിക്കുന്നത്. മൈ ഡിയേഴ്സ്, ഇത് അത്ര മനോഹരമായിട്ടൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 4 കാര്യങ്ങൾ നടക്കും. 2 രീതിയിലാണ് ബിസിനസ് പോവാം. ഒന്നുകിൽ ജസ്റ്റ് കസ്റ്റമറായിട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് പേര് ഡീറ്റെയിൽസ് കൊടുത്ത എല്ലാവർക്കും ID നമ്പർ, ആ 10 ID നമ്പർ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ID നമ്പറാണ്. ഫോൺ നമ്പർ എല്ലാവർക്കും വൈകാട്ടായിരിക്കും. ലക്ഷങ്ങൾ തരാൻ പോകുന്ന ഈ ID നമ്പർ കുറെ അറിയാം. അപ്പൻ്റെ കയ്യിലായിരിക്കും, അല്ല അപ്പൻ്റെ കീസിലായിരിക്കും നിങ്ങളുടെ ID നമ്പർ. കറക്റ്റ് അല്ലേ? നിങ്ങളുടെ ID നിങ്ങളുടേതാണ്. വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിക്കൊടുക്കാനുള്ള ആ 10 നമ്പർ ഇന്ന് തന്നെ അപ്ലൈ ചെയ്ത് വാങ്ങിക്കുക. ആപ്പിൽ പോയിട്ട് തപ്പുക. റെഡി? ആപ്പിലൂടെ ചെയ്ത ബിസിനസ് ആണ്. നിങ്ങൾ എപ്പോൾ ആപ്പിലാവാൻ തയ്യാറാണോ അന്ന് മൈലേജ് നിങ്ങളെ ലക്ഷ്യം ഉപയോഗപ്പെടുത്തിയ ഡാറ്റ ലെവലിലേക്ക് പോവുക. അപ്പൊ ഈ ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ കസ്റ്റമർ ആയിട്ട് പോവുക. സാധനം ഉപയോഗിക്കുക, എത്ര കാലം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോഴും നമുക്ക് ഒരു മിനിമം വരുമാനം അതിലൂടെ വരും. റെഡി? സെക്കൻഡ് ഓപ്ഷൻ, നിങ്ങൾക്ക് എന്ത് സാധ്യത കമ്പനി തരുന്നത്? ലൈഫ് ടൈം ഡിസ്കൗണ്ട് സാധനങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിയാൽ ഉപയോഗിക്കാം. കറക്റ്റ് അല്ലേ? ഈ സാധ്യതയെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അതേ അവസരം ജീവിതകാലം മുഴുവൻ വിലക്കുറവ് വാങ്ങി ഉപയോഗിക്കാൻ ഇതേ അവസരം നിങ്ങളുടെ പ്രിയപ്പെട്ട എത്ര ഫാമിലി മെമ്പേഴ്സിന്, എത്ര ഫ്രണ്ട്സിന്, എത്ര അയൽപക്കക്കാർക്ക് പരിചയപ്പെടുത്തിക്കെടുക്കാൻ പറ്റുന്നു. അവിടെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് രൂപപ്പെടുന്നത്. നിങ്ങൾ പറഞ്ഞാൽ ശരി, പറഞ്ഞില്ലെങ്കിൽ ശരി, ഒരു കാര്യം ഉറപ്പാണ്, ഇനി വരുന്ന കാലഘട്ടം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഗോൾഡൻ യുഗമാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ച വന്ന പത്രമാധ്യമങ്ങളിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഐഡിയസ് 900-ലധികം ആളുകളെ പെട്ടെന്ന് പിരിച്ചുവിട്ട് കണ്ടിട്ടില്ലേ? ഒരു അമേരിക്കൻ കമ്പനിയിൽ IT പ്രൊഫൈലായിട്ട് നമ്മുടെ തന്നെ പ്രിയപ്പെട്ട ഒത്തിരി ആളുകളെ പിരിച്ചുവിട്ടു. ആ ഒരു ദുരവസ്ഥ ആലോചിച്ചു. ജീവിതം സെക്യൂർഡ് ആണ്. ആ ജോലി വെച്ചിട്ടായിരുന്നു കുറെ ആളുകൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകുക. ജീവിതത്തിൽ അടുത്ത ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതിന് വേണ്ടി, സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ ലോണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഒടുക്കിലൊക്കെ ജീവിക്കുന്നവരായിരിക്കും. പെട്ടെന്നാണ് ഏറ്റവും സഡൻ ആണ് ഈ ഒരു ഷോക്ക് വരുന്നത്. നമ്മൾ ശരിക്കും പെടുവോ ഇല്ലയോ? അവിടെയാണ് എത്രയോ വർഷമായിട്ട് നമ്മൾ തുടരുന്ന കാര്യങ്ങൾ തന്നെ തുടരുക. എന്താണ്? ജസ്റ്റ് ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ബ്രാൻഡ്. എത്രയോ കാലം അപ്പുറത്തെ ഗോപിയുടെ പിടിയെന്നോ സാധനം വാങ്ങുന്നതിന് പകരം നിങ്ങൾ മൈലൈസയുടെ കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ കൂടി, കേരളത്തിൽ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട്, ഇന്ത്യ മഹാരാജ്യത്ത് അതിലേറെ ഔട്ട്ലെറ്റുകളുണ്ട്. കറക്റ്റ് അല്ലേ? ഈ ഔട്ട്ലെറ്റുകൾ എവിടെ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ വാങ്ങിക്കാം, ഓഫ്ലൈനിലൂടെ പ്രോഡക്റ്റുകൾ വാങ്ങാം. നമ്മുടെ വീട്ടിൽ എല്ലാവരും പാത്രം കഴുകാറുണ്ട്, ടോയ്ലറ്റ് കഴുകാറുണ്ട്, ബാത്റൂം കഴുകാറുണ്ട്. കറക്റ്റ് അല്ലേ? മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം വാങ്ങിക്കാറുണ്ട്. കറക്റ്റല്ലേ? കുളിക്കാറുണ്ട്, പല്ല് തേക്കാറുണ്ട്. എല്ലാത്തിനും നമ്മൾ കമ്പനി കൊടുക്കുന്ന ഈച്ച് ആൻഡ് എവറി പ്രോഡക്ട്സ് നിങ്ങൾ സെൽഫായിട്ട് യൂസ് ചെയ്യാൻ തയ്യാറാവും. ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമായി. കമ്പനി ഒരിക്കലും നിങ്ങളോട് നിർബന്ധപൂർവ്വം ഒരു കാര്യം പറയുന്നില്ല. പക്ഷെ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഒരു സാധാരണക്കാരിയോ അസാധാരണക്കാരികളായിട്ട് മാറുന്നത്, അസാധാരണക്കാരായിട്ട് മാറുന്ന ഐഡിയസ്. പവർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളും ഒറ്റയ്ക്കായിരിക്കും ഐഡിയസ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നിങ്ങളും നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സും ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങളിലൂടെ അറിഞ്ഞു അറിയാവുന്ന ഒത്തിരി ആളുകൾ നിങ്ങളുടെ കൂടെ ഒരു ടീമായിട്ടുണ്ടാവും. പവർ ഓഫ് ടീം വർക്ക്. നമ്മുടെ കേരള ഗവൺമെന്റ് ടീം UDF എന്നാ പറഞ്ഞത്. കറക്റ്റല്ലേ? ഇല്ലേ? ഞാൻ UDF എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ് വിചാരിച്ചുകൊണ്ടാണ്. ടീം വർക്കിന്റെ പവർ എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു മുന്നേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബ്യൂട്ടി ഒക്കെ അനുഭവിച്ചാണെന്ന് കേട്ടിട്ട് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഈ പവർ ഓഫ് ടീം വർക്ക് എന്നത് വേറെ ലെവലാണ്. ഐഡിയ സ്റ്റാർട്ടിങ് നമ്മുടെ ഉണ്ടാവും. പക്ഷെ പിന്നീട് നിങ്ങൾ ശക്തമായിട്ട് ഈ ബിസിനസ്സിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ കൂടെ വലിയൊരു ടീം വരും.
കാരണം 2015 സ്റ്റാർട്ട് ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബിസിനസ് എടുത്തില്ല. സാറിനോട് പറഞ്ഞു, സാറേ ബിസിനസ് എനിക്ക് പറ്റില്ല, പ്രോഡക്റ്റ് ഓക്കെ ആണെങ്കിൽ റെക്കമെൻഡ് ചെയ്യും. ആദ്യമായിട്ട് ഫേസ് ടു ഫേസ് റിസൾട്ട് കിട്ടിയപ്പോൾ 3 ആഴ്ച കൊണ്ട് അത്രയും വർഷം ഞാൻ അനുഭവിച്ച ഗംഭീരിക്കുന്ന റിസൾട്ട് കിട്ടിയപ്പോൾ എന്താ പറയുന്നത്, സർപ്രൈസ് ആയി. കറക്റ്റ് അല്ലേ? അത് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി. ആ പേസ്റ്റും സോപ്പും ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്ത് എന്റെ കോളേജിലെ നമ്മുടെ പ്രിൻസിപ്പൽ മാഡത്തിന്, രാധ ടീച്ചറോട് എന്റെ ടീച്ചർ ഒരു അടിപൊളി പേസ്റ്റും അടിപൊളി സോപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർക്ക് ഞാൻ പ്രോഡക്റ്റ് കൊടുത്തു. അതിന്റെ കൂടെ ടീച്ചറിന്റെ അമ്മക്ക് മുട്ടുവേദനയെന്ന് പറഞ്ഞ് ചാമ്പി തേൻ കൊടുത്തു, ബോഡി ബട്ടർ കൊടുത്തു, പേസ്റ്റ് വേണമെന്ന് പറഞ്ഞ ടീച്ചർ 5-6 പ്രോഡക്റ്റ് ചാമ്പി കൊടുത്തു. നമ്മൾ ആ ബന്ധത്തിന്റെ പേരില് എനിക്കും അറിയില്ലായിരുന്നു ഞാൻ ബിസിനസ് ചെയ്യാറുള്ളത്, ടീച്ചർക്കും അറിയില്ലായിരുന്നു ഞാൻ ബിസിനസ് ആയിട്ട് നിന്നത്. ടീച്ചർക്ക് അറിയാതെ ചെയ്തു ഒരു പാവം. പക്ഷേ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടീച്ചറുടെ അമ്മക്ക് ഒരുപാട് കാലമായിട്ട് മുട്ടുവേദനയ്ക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കി മൈഡീസ്. പിന്നീട് എന്റെ കൊളീഗ്സ് ആയാലും ഒത്തിരി ടീച്ചർമാർക്ക് നമ്മുടെ കവച് ഫ്രഷും നമ്മുടെ ഫെയർനെസ് ക്രീമും എന്റെ പൊന്നും മൈ ഡിയർ ലീഡേഴ്സ്, നമ്മുടെ ഫെയർനെസ് ക്രീം വേറെ ലെവലാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഞാൻ തന്നെ അമ്മാതിരി സാധനമായിരുന്നു നമ്മുടെ ഫെയർനെസ് ക്രീമും സോപ്പൊക്കെ തേച്ചിട്ട് അത്യാവശ്യം മുഖ വെള്ളമൊക്കെ നമ്മുടെ മൈനേഴ്സിനോട് വന്നിട്ടുണ്ടായതാണ്. ഒത്തിരി ആളുകൾക്ക് നമ്മുടെ ഫെയർനെസ് ക്രീം കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? നമ്മുടെ ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും ആ പ്രോഡക്റ്റിന്റെ റിസൾട്ട് നിങ്ങളുടെ മുഖത്തുണ്ടാവും, നിങ്ങളുടെ ശരീരത്തിലുണ്ടാവും. ആണോ പറ്റിക്കാൻ മുഖക്കുരു കൊണ്ടുപോയില്ല, മുഖക്കുരു മാറാനുള്ള സോപ്പ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ നാട്ടുകാർ എന്താണോ ബ്യൂട്ടി പാർലറിലോട്ട് പോയിട്ടുണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലോ പറയില്ലേ? കോഴിക്കോട് അങ്ങനെ പറയില്ല, എന്റെ കണ്ണൂരല്ലാണ്ട് പറയിട്ടു. സത്യം. ഒരുപാട് ആളുകൾ വലിയ മാറ്റങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പവർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്നെ ചിന്തിപ്പിച്ചത് 40, 50, 60 വർഷം ഞാൻ കോളേജ് അധ്യാപികയായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ കോളേജ് അധ്യാപികയായിട്ട് ഞാൻ തന്നെ മിനിമം 8 or 10 മണിക്കൂർ കൊടുക്കണം. വേണോ വേണ്ടോ വൈസ്? ഒരു മാസം എനിക്ക് ഇപ്പൊ സാലറി ഒക്കെ മാറിയിട്ട് ഒരു 50,000 രൂപയാണ് എനിക്ക് സാലറി എങ്കിൽ ഒരു വർഷം എനിക്ക് 6 ലക്ഷം രൂപ കിട്ടും. കറക്റ്റ് അല്ലേ? ഒരു മാസം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ 50,000 രൂപയാണ് സാലറി എങ്കിൽ ഒരു വർഷം 6 ലക്ഷം രൂപ എനിക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? ഞാൻ 30 വർഷം 30ാമത്തെ വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടിയെങ്കിൽ 60 വയസ്സ് വരെ, ഇനിയിപ്പോ 60 വയസ്സൊന്നും ഉണ്ടാവില്ലേ? നമ്മൾ കമ്മ്യൂണിക്കേഷൻ വ്യവസ്ഥിതി വരികയാണ്, റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ സാധനമൊക്കെ പോവും. കറക്റ്റ് അല്ലേ? ജോലിക്ക് ഒരു സ്ഥിരതയില്ല. ഈവൻ ഗവൺമെന്റ് ജോബുകളായപ്പോൾ ഇതൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് എങ്ങോട്ടും വിടുന്നേ റെക്കോർഡ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്നെ ചിന്തിപ്പിച്ചത് മൈഡിയേഴ്സ് 30 വർഷം ഞാൻ പോയാൽ 1,80,00,000 രൂപയാണ് എനിക്ക് കിട്ടുക. 30 വർഷം ഞാൻ പോണം, ജോലി ഞാൻ ലീവാക്കാൻ പാടില്ല, അസുഖം വരരുത്, വിട്ടുകൊടുക്കരുത്, കുടുംബത്തിലൊരു കല്യാണത്തിൽ കളവണമെന്ന് പോകും. അങ്ങനെ പണിയെടുത്താലേ എനിക്ക് പൈസ കിട്ടും. കറക്റ്റ് അല്ലേ? ഷീവയുടെ പവർ ഓഫ് ടെക്നോളജിയും പവർ ഓഫ് മൾട്ടിപ്ലിക്കേഷനെ അത്ഭുതപ്പെടുത്തി മൈഡിയേഴ്സ്. എന്നോടൊപ്പം മിനിമം 200 പേര് വന്നാൽ പോലും, എത്ര പേര്? 200 പേര് എന്നോടൊപ്പം. ഇന്ന് എന്റെ കൂടെ 10,000 പേരുടെ ടീമുണ്ട് മൈഡിയേഴ്സ്. അപ്പോ 200 പേര് വെറും 2 മണിക്കൂർ മൈലേജ് മനസ്സിലാക്കാൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ 200 × 2 ഒറ്റ ദിവസം എനിക്ക് 400 മണിക്കൂർ കിട്ടും. കറക്റ്റ് അല്ലേ? 200 കണക്കിൽ മഹാഭദ്രാണ് ഒന്ന് കൂട്ടിയേക്കണേ. 200 × 2 400. കറക്റ്റ് അല്ലേ? ഇതൊരു മാസത്തേക്കാണല്ലോ. 400 × 3 412. 12,000 വർക്കിംഗ് അവർ ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും. ഇതൊരു വർഷത്തേക്കാണല്ലോ. 12 12 144. 1,44,000 വർക്കിംഗ് അവർ 200 പേര് ടീമായിട്ട് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് എന്റെ കൂടെ ഉണ്ടാവും. നേരത്തെ ചിന്തിച്ചു മൈഡിയേഴ്സ്, 30 വർഷം ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്തപ്പോൾ എത്ര വന്നിട്ടുള്ളൂ എനിക്ക്? വർക്കിംഗ് അവർ എന്ന് പറയുമ്പോൾ നമ്മൾ സാലറി പറഞ്ഞു 61,400 വർക്കിംഗ് അവർ ഞാൻ കിട്ടുമോ? എന്തായാലും 70,000 വർക്കിംഗ് അവർ കിട്ടില്ല മൈനസ്. അവിടെയാണ് ഒറ്റ പറഞ്ഞുകൊണ്ട് 200 പേര് എന്റെ കൂടെ വന്നപ്പോ 1,44,000 വർക്കിംഗ് അവർ കിട്ടി. മൈഡിയേഴ്സ്, നമ്മുടെ ഗോകുലം ഗോപാലൻ സാർ ആയിക്കോട്ടെ, നമ്മുടെ ഇന്ത്യയിലുള്ള ഫേമസ് ആയിട്ടുള്ള സകല ബിസിനസ്സുകാരെ എടുത്തോളും ലക്ഷക്കണക്കിന് ആളുകൾ അവരോടൊപ്പം വർക്കിംഗ് അവർ ഉപയോഗപ്പെടുന്നുണ്ട്. അവരുടെ വർക്കിംഗ് അവർ 6 കമ്പനി ഉപയോഗിക്കും. കാരണം റിലയൻസ് എടുത്തോളും 10 ലക്ഷത്തിന് മുകളിൽ എംപ്ലോയീസ്. കറക്റ്റല്ലേ? ഈ 10 ലക്ഷം പേര് 8 മണിക്കൂർ വെക്കുമ്പോ എത്ര ലക്ഷം ഒരു ദിവസം കിട്ടുമായിരിക്കും? നമ്മൾ ആരാണോ, നമ്മൾ എന്താണോ എന്നുള്ളത് ഇവിടെ വിഷയമില്ല. ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, വലുതായിക്കോട്ടെ, 18 വയസ്സ് കഴിഞ്ഞ് ഇന്ത്യക്കാരാണോ ആർക്കും ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുക്കാം. ഈ പവർ ഓഫ്
മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് പിന്നീട് വരുന്നതാണ് പവർ ഓഫ് ടീം വർക്ക്. അറിഞ്ഞോ അറിയാതെ നമ്മളൊക്കെ വലിയൊരു ടീമിന്റെ ഭാഗമാണ്. ഓരോ ലീഡർമാർക്കും അവരവരുടേതായ ടീം ഉണ്ടാവും. ആ ടീമിനോടൊപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് വിജയിച്ച ലീഡർമാർ എന്ത് ചെയ്തോ അതുപോലെ കണ്ണടച്ചുകൊണ്ട് എന്റെ ക്വസ്റ്റ്യൻ ആണ് മൈഡിയസ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോടുള്ള ചോദ്യമാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകണം. ടൈം ഫ്രീഡവും മണി ഫ്രീഡവും 3 മാനേജ്മെന്റുകൾ അറിഞ്ഞോ അറിയാതെ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഒരു യൂണിവേഴ്സിറ്റികളിൽ ഒരുമിച്ച് പഠിപ്പിക്കാത്ത പാഠ്യവിഷയമാണ് മാൻ മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്. ഇത് 3 ഒരുമിച്ച് പോകുന്ന അതിമനോഹരമായ മാനേജ്മെന്റിന്റെ പേരാണ് ഡയറക്ട് സെല്ലിംഗ്. ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ കഴിഞ്ഞ 2017 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്പർ 1 which one is the number 1 കമ്പനി എന്ന് ചോദിച്ച ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. That is അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കമ്പനിയുടെ പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ആദ്യം നിങ്ങൾ വിജയിക്കണമെങ്കിൽ ആദ്യം ഒരു തീരുമാനം എടുക്കുക. ഏറ്റവും ശക്തമായിട്ട് ഒരു ഡിസിഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. വളരെ പ്രധാനപ്പെട്ട കാര്യം അൺഷേക്കബിൾ ഫെയ്ത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി നിങ്ങൾ അപ്ലൈ ഈസ് യുവർ ലൈഫ് ലൈൻ. നിങ്ങളുടെ അപ്ലൈയിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ അപ്ലൈ ഇവരെന്തോ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഉപയോഗപ്പെടുത്തിയതൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. പലപ്പോഴും പലതും തോന്നാറുണ്ട്, ഇവരെന്താണാവോ കിട്ടുക, അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഇവർക്ക് എന്താണാവോ കിട്ടുക. ഇങ്ങനൊരു തോന്നൽ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ പോസിറ്റീവ് ഐഡിയസ്. ഈ ബിസിനസ് നിങ്ങൾ വിജയിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ അപ്ലൈനെ വിശ്വസിക്കുക. നിങ്ങൾക്ക് 110% നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാം. അതിന് ഏറ്റവും കൂടുതൽ വിശ്വാസം ആദ്യം കമ്പനിയിലും പ്രോഡക്റ്റിലും ഈ കമ്പനിയുടെ സിസ്റ്റത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് നിങ്ങളുടെ കഴിവുകളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആര് വരുമെന്നോ ആര് വരില്ല എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ ആദ്യം വായോ. എത്ര പേര് 100% കമ്മിറ്റഡ് ആയിട്ട് പറയാൻ പറ്റും ഞാനിത് ചങ്കോട് ചേർത്ത് ഈ ബിസിനസ് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർക്ക് കഴിക്കും? നല്ലൊരു കൈയ്യടി പറയണോ? അപ്പോ ഇനി അങ്ങോട്ട് നമ്മുടെ തലവര മാറാൻ പോവാണ്. നമ്മൾ പറയും എന്റെ തലവര നമ്മുടെ തലവര നമ്മൾ തീരുമാനിക്കുന്ന ദൈവം തീരുമാനിക്കുന്നതല്ല. മലേഷ്യയുടെ കാര്യത്തിൽ നമ്മുടെ തലവര നമ്മൾ തീരുമാനിക്കും. റെഡി? അപ്പൊ നിങ്ങളുടെ തലവര ഇന്ന് മുതൽ മാറാൻ പോവാണ്. റെഡി ആയിട്ട് നിത്യേന നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, നമ്മുടെ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക, നമ്മുടെ പേസ്റ്റ് ഉപയോഗിച്ച് പരിതേക്കുക, നമ്മുടെ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് വെള്ളം ഉപയോഗിക്കുക. മല്ലിപ്പൊടിയോ കുറെ ആൾ പൈസ കൊണ്ട് പോകാൻ തുടങ്ങിയ കുറെ ബിസിനസ് ആണ് വിചാരിക്കേണ്ട. കമ്പനി ആദ്യം ഒന്ന് വിട്ടു നോക്കണ്ട, ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണം. നോക്കുമ്പോൾ ഒടുക്കത്തെ ഡിമാൻഡ് വന്നു, ഈ സാധനം വരാൻ ഫസ്റ്റ് ബാച്ച് വന്നിട്ടുണ്ട്, അടുത്തത് വരാനുണ്ട് കേട്ടോ. ബ്യൂട്ടി എന്ന് പറയുന്നത് 2030 ആകുമ്പോഴേക്കും ഇന്ന് കമ്പനി ഏകദേശം 150. നമുക്കറിയാം 7 ബ്രാൻഡുകളുണ്ട്. എലമെന്റ്സ് പ്യുവർ ആയുർവേദിക് ആണ്, കറക്റ്റല്ലേ? ഓണലോൺ പ്യുവർ ഹെർബൽ ആണ്. മൈ ഹോം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങളാണ്. ന്യൂ സ്റ്റാർ ഉണ്ട്, ഇന്ത്യ ഗ്രോ ഉണ്ട്. നമുക്ക് എന്തിനാണോ മനുഷ്യർക്ക് വെൽനസ് പ്രോഡക്ട്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നത്, അതേപോലെ തന്നെ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പച്ചക്കറികൾക്കും തെങ്ങിനും കവുങ്ങിനും വാഴക്കും ഒക്കെ വേണ്ടിയിട്ട് അവരുടെ വെൽനസിന് വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യം. കറക്റ്റ്. ഇന്ന് നമ്മുടെ നാടിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകത നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷ്യവസ്തുക്കളായിക്കോട്ടെ, പഴങ്ങളായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, ശ്വസിക്കുന്ന വായു ആയിക്കോട്ടെ, കുടിക്കുന്ന വെള്ളമായിക്കോട്ടെ, മെഡിസിൻ എല്ലാത്തിനും ഒരുപാട് മാലിന്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ നമ്മുടെ കമ്പനിയുടെ ദീർഘവീക്ഷണം നോക്കുള്ളൂ. ഇനി അങ്ങോട്ട് അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ആഗ്രോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്കും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു 5-10 സെന്റ് അല്ലെങ്കിൽ ഒരു 50 സെന്റ് സ്ഥലമുണ്ട്. ഇനിയല്ല, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഇഷ്ടംപോലെ തരിശു ഭൂമികളുണ്ടെങ്കിലും കൃഷി ഭൂമികളുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ നമ്മുടെ മൈലേജിലെ ആഗ്രോ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ എന്താ പറയുന്നത്, ഇന്ത്യ ഗ്രോയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും, ഗോസ്ത്രീ ആയിക്കോട്ടെ, ക്രോമാജിക് ആയിക്കോട്ടെ, MI സ്പ്രേ ആയിക്കോട്ടെ, MI ബ്രൗൺ ആയിക്കോട്ടെ, അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ പച്ചക്കറികളും വാഴയും തെങ്ങും ഒക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ 3-4 വർഷം കഴിയുമ്പോൾ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള ജൈവ ഭൂമിയായിട്ട് നമ്മുടെ ഭൂമി മാറും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യക്കാരായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ വരും.
അപ്പോ വെൽനെസിന്റെ ലോകത്തിൽ ജീവിക്കുമ്പോൾ വെൽനെസ് എന്താണ്